നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തോരൻ. അപ്പോൾ വെണ്ടയ്ക്ക തോരന്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള പല റെസിപ്പീസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ചെയ്യുമ്പോൾ സ്റ്റിക്കി ആയിട്ട് ഇരിക്കണമെന്നാണ്. പക്ഷെ ഇത് നല്ല ഒട്ടും തന്നെ സ്റ്റിക്കി ആവാണ്ട് ഒലർന്നിരിക്കുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെണ്ടയ്ക്ക ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം നന്നായി തുടച്ചെടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇങ്ങനെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാതെ അരിയാന്നുള്ളതൊക്കെ ഞാൻ നമ്മളെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ വീഡിയോയിൽ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാടൻ രീതിയിൽ ചെയ്യുന്ന കാരണം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് പരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് അതിന് നമുക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഉഴുന്നുപരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 വറ്റൽമുളക് 2 കഷ്ണമായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി സമയം എടുക്കുന്നത് പൊട്ടാൻ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയുടെ പകുതി, അല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും കുഴപ്പമില്ല. ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ നൈസാക്കി അരിഞ്ഞിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്. നമ്മൾ എരിവിന് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് അതിന്റെ എണ്ണം മാറ്റം വരുത്തണം കേട്ടോ. ഇനി അതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊന്ന് വാടി വന്നാൽ മതി. ഓവറായിട്ട് ബ്രൗൺ കളർ ആവണ്ട ഈ സവാള. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഇട്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. ആ വീഡിയോ കാണാൻ മറക്കരുത്. പേരിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം പെപ്പർ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് അവസാനം ഒരു കുറവ് പോലെ തോന്നണമെങ്കിൽ മാത്രം മതി. അല്ലാതെ ഞാൻ പെപ്പർ പൗഡർ ഇടാറില്ല. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട. ഒരു കൈപ്പിടി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരുന്ന വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വെണ്ടയ്ക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ അളവ് ചെയ്യുകയാണെങ്കിൽ ഇതിനനുസരിച്ച് ഇതിന്റെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാതും കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമ്മൾ തേങ്ങ 2-3 മിനിറ്റ് നേരത്തോളം ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പച്ചമുണക്കൊന്ന് മാറി നല്ലൊരു വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരുപാട് സമയം അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇങ്ങനെ കുഴഞ്ഞു പോലെ വരും. അതുകൊണ്ട് 2-3 മിനിറ്റ് മാത്രം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെക്കാം കുറച്ചു നേരം. ഒരു 3 മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതങ്ങ് വാട്ടി എടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നന്നായി കുക്കായിക്കോളും. കുറച്ചിങ്ങനെ നേരം കഴിയുമ്പോൾ ഇങ്ങനെ പശ പോലെ വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കഴിയുമ്പോഴേക്കും അതിന്റെ ആ സ്റ്റിക്കിനെസ് പൊക്കോളും. കുക്കാവാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആ ഒരു സ്റ്റിക്കി ആയിട്ട് കാണുന്നത്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ ഉലർത്തി എടുക്കുമ്പോഴേക്കും ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ പോയി നല്ല ഉലർന്ന് കിടന്നോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തങ്ങ് എടുത്ത് വെക്കുക. ഇനി ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എരിവ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായി വാടി വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വാടി വന്നപ്പോൾ തേങ്ങ ഇല്ലാണ്ടായ പോലെയായി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം. അപ്പോൾ നിർത്താൻ നമുക്ക് ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പാകത്തിനുള്ള എരിവും ഉപ്പും. അതുകൊണ്ട് ഞാൻ ഇനി കുരുമുളക് പൊടി ഇടുന്നില്ല. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്തോളൂ. ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. ഇത്രേ ഉള്ളൂ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ. കണ്ടില്ലേ, എല്ലാം ഉതിർന്ന് കിടക്കുന്നുണ്ടല്ലോ. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഈസിയാണ്. നമ്മൾ അടച്ചു വെക്കുമ്പോൾ എപ്പോഴും ഒരുപാട് നേരം അടച്ചു വെക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വളർത്തിയെടുക്കും. ഒരു 15 മിനിറ്റ് ഒക്കെ പിടിക്കും കേട്ടോ നന്നായിട്ട് വളർന്ന് വരാൻ. അത് മാത്രമേ ഉള്ളൂ. വേറെ പണികളൊന്നുമില്ല. അപ്പോൾ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി കഴിക്കണ്ടേ.
പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറായിട്ട് കേട്ടോ. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചോറിൻ്റെ കൂടി ഇത് മാത്രം കൂട്ടിയാലും സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.